നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിനായി 1 കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇടണം. അത് നികക്കെ തിളച്ച വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ നേരത്തേക്ക് വയ്ക്കാം. അതിനുശേഷം അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് വയ്ക്കാം. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ച് കുറേശ്ശെ നാരങ്ങയായിട്ട് നമുക്കതൊന്ന് വറുത്ത് കോരാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, പക്ഷെ നന്നായി ഒന്ന് ചൂടായി കിട്ടണം. ഇങ്ങനെയെല്ലാം എല്ലാ നാരങ്ങ ഇതുപോലെ ചൂടാക്കിയെടുക്കാം നമുക്ക്. പിന്നീട് ഓരോ നാരങ്ങയും നല്ല ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം. അപ്പോഴാണ് അതിലെ ആ കറയെല്ലാം മാറും. ഓരോന്നും ഇങ്ങനെ തുടച്ചെടുത്ത് വെച്ചതിന് ശേഷം ഒരു നാരങ്ങ 6 പീസായി മുറിക്കുന്ന പോലെയാണ് നമ്മൾ കഷ്ണമാക്കുന്നത്. ഇങ്ങനെ എല്ലാ നാരങ്ങയും കഷ്ണമാക്കി വെക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. മിനിമം ഒരു 12 മണിക്കൂർ നേരത്തേക്ക് മിക്സ് ചെയ്യാം. അത് 1-2 ദിവസം ഇരുന്നാലും ചീത്തയാവില്ല. നന്നായി ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് അതങ്ങനെ തന്നെ ഇരുന്നുകൊള്ളും. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 150 മില്ലി നല്ലെണ്ണ ഒഴിച്ച് 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 കപ്പ് വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഇട്ട് നന്നായി വഴറ്റാം. വെളുത്തുള്ളി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എത്ര ചേർത്താലും നാരങ്ങയ്ക്ക് നല്ല സ്വാദ് കിട്ടും. അതൊന്ന് വഴന്നു വരുന്നത് വരേക്കും നമുക്ക് ചൂടാക്കാം. പിന്നീട് കറിവേപ്പില ഇടണം. അതും കൂടി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അല്പം വെള്ളത്തിൽ കുതിർത്തിട്ട് ഈ എണ്ണയിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി അത് വഴറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം.
ഇപ്പോൾ ആ പൊടിയെല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ മതി, നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നാരങ്ങ ആയതുകൊണ്ട് നല്ല പുളി കാണും, അതുകൊണ്ട് ധാരാളം ഉപ്പ് ചേർക്കണം. അത് ഓരോന്നും ടേസ്റ്റ് നോക്കിയേ അളവ് പറയാൻ പറ്റുകയുള്ളൂ. പിന്നീട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ആ നാരങ്ങയുടെ ആ കമർപ്പൊന്ന് മാറാൻ വേണ്ടി, ആ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കുറച്ച് തിളയ്ക്കുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ ഉപ്പ് നോക്കണം. നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ബോട്ടിലിനകത്ത് അടച്ചു വെച്ച് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും ഏറ്റവും അതിൻ്റെ രുചിയെല്ലാം വെളുത്തുള്ളിയും ഇഞ്ചിയും നാരങ്ങയെല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു ടേസ്റ്റ് ആകും. ഇത് 1 വർഷം വരേക്കുമൊക്കെ കേടാകാതെ ഇരിക്കും. ബോട്ടിലിൻ്റെ മുകളിൽ തന്നെ എണ്ണ നിറഞ്ഞു നിന്നാൽ മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.